ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഏതെല്ലാം വാൽവ് ഓപ്പൺ ആയിരിക്കണമെന്നും ഏതെല്ലാം വാൽവ് ക്ലോസ് ആയിരിക്കണമെന്നും നമ്മൾ വളരെയധികം ശ്രദ്ധയോടും കൃത്യമായും നോക്കണം. അപ്പം ഇവിടെ ഒന്നാമത്തെ ഫിൽട്ടറാണ് ബാക്ക് വാഷ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആദ്യമായിട്ട് കൺട്രോൾ വാൽവ് ആ നോബ് ബാക്ക് വാഷ് മോഡിൽ ഇട്ടതിന് ശേഷം ഈ മുകളിലേക്ക് പോകുന്ന, അതായത് പമ്പ് ടു വാൽവ് നമ്പർ 1 ക്ലോസ് ആയിരിക്കണം. അതുപോലെ തന്നെ വാൽവ് നമ്പർ 2 ക്ലോസ് ആയിരിക്കണം. വാൽവ് നമ്പർ 3 ബാക്ക് വാഷ് വാൽവ് നമ്പർ 3 ഓപ്പൺ ആയിരിക്കണം. അതേപോലെ ഡ്രെയിൻ വാൽവ് നമ്പർ 5 ഓപ്പൺ ആയിരിക്കണം. എന്നിട്ട് ഇതിന് ശേഷം മോട്ടർ ഓൺ ചെയ്യുക. മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുകളിലേക്കുള്ള വാൽവ് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് ഫിൽട്ടർ വഴി അത് അതിൻ്റെ ബാക്ക് വാഷിങ് നടന്ന് ഡ്രെയിൻ വാൽവ് വഴി പുറത്തേക്ക് പോകും. അപ്പോൾ പുറത്തേക്ക് പോകുന്ന വെള്ളം നോക്കണം. അപ്പോൾ എത്രമാത്രം ക്ലാരിറ്റി ആകുന്നുവോ അത്രമാത്രം ക്ലാരിറ്റി ആകുന്നിടം വരെ വെള്ളം നോക്കിയതിന് ശേഷം നമ്മൾ മോട്ടർ ഓഫ് ചെയ്യുക. അതേപോലെ തന്നെ വീണ്ടും കൺട്രോൾ വാൽവ് റിൻസ് മോഡിലിട്ടതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ പമ്പ് ഓൺ ചെയ്യുക. റിൻസിങ് നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള കുറച്ചും കൂടെ ക്ലിയറായിട്ട് വെള്ളം വീണ്ടും ഡ്രെയിൻ വഴി പുറത്തേക്ക് പോകുന്നു. റിൻസിങ്ങും നടന്നു കഴിഞ്ഞു. അതിനുശേഷം മോട്ടർ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൺട്രോൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുക. മോട്ടർ ഓൺ ആയിരിക്കുമ്പോൾ ഒരു കാരണവശാലും കൺട്രോൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കൺട്രോൾ വാൽവിൽ ഡാമേജ് ആകാൻ വളരെയധികം ചാൻസ് ഉണ്ട്, അത് ലീക്കാവും. അപ്പോൾ അത് ഒന്നാമത്തത് ബാക്ക് വാഷിങ് കഴിഞ്ഞു. റിൻസിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഫിൽട്ടർ മോഡിൽ, അതായത് വെസൽ ഫിൽട്ടർ നമ്പർ 1 ഫിൽട്ടർ മോഡിൽ ഇട്ടത് കഴിഞ്ഞ് രണ്ടാമത്തെ വെസൽ ഫിൽട്ടർ ബാക്ക് വാഷ് മോഡിലിടുക. രണ്ടാമത്തെ വെസൽ ഫിൽട്ടർ ബാക്ക് വാഷ് മോഡിലിട്ട് കഴിഞ്ഞ് ഈ വാൽവുകൾ ഒന്നാമത്തെ വാൽവും രണ്ടാമത്തെ വാൽവും ക്ലോസ് ആയി തന്നെ ഇരിക്കുകയാണല്ലോ. അതിനുശേഷം മൂന്നാമത്തെ വാൽവും ഓപ്പൺ ആയിരിക്കും, ഡ്രെയിൻ വാൽവും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ കൺട്രോൾ വാൽവ് ബാക്ക് വാഷ് ചെയ്യുന്നു. ആദ്യത്തേത് നടന്നതുപോലെ തന്നെ രണ്ടാമത്തേതിലും പ്രോസസ്സ് നടക്കും. അപ്പോൾ അതേപോലെ തന്നെ വെള്ളം പുറത്ത് പോകുമ്പം നോക്കണം. കാരണം രണ്ടാമത്തെ ഫിൽട്ടർ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ കൂടുതൽ കളർ പോകാൻ ചാൻസ് ഇല്ല. കാരണം ആദ്യത്തെ ക്ലിയർ ആയി കഴിഞ്ഞ് രണ്ടാമത്തേതിനകത്ത് അത്രയും വെള്ളത്തിൻ്റെ ക്ലാരിറ്റി വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത്രയും ബാക്ക് വാഷിങ് ടൈം എടുക്കത്തുമില്ല. അപ്പോൾ അത്രയും ക്ലിയറായ വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് വാഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മോട്ടർ ഓഫ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ വാൽവ് റിൻസ് മോഡിലിട്ട് വീണ്ടും മോട്ടർ ഓൺ ചെയ്യുന്നു. പിന്നെ റിൻസ് കഴിയുമ്പം വീണ്ടും മോട്ടർ ഓഫ് ചെയ്യുന്നു. തിരിച്ച് നമ്മൾ ഫിൽട്ടർ മോഡിൽ, അതായത് മോട്ടർ ഓഫ് ചെയ്തതിന് ശേഷം ഫിൽട്ടർ മോഡിലിടുന്നു. ബാക്ക് വാഷിങ് തീർന്നു കഴിഞ്ഞു. എന്നിട്ട് ഈ വാൽവുകളെല്ലാം നോക്കണം. പിന്നെ ബാക്ക് വാഷിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വാൽവ് നമ്പർ 2, അതായത് നമ്പർ 1ഉം നമ്പർ 2ഉം തുറന്ന് തന്നെ വെക്കുക. എന്നിട്ട് ബാക്ക് വാഷ് വാൽവ് നമ്പർ 3 ക്ലോസ് ചെയ്യുക. ഡ്രെയിൻ വാൽവും ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ ഫിൽറ്റർ ക്ലിയർ വാട്ടർ വാൽവ് നമ്പർ 4 ഓപ്പൺ ചെയ്തിടുക. ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസ് ആയിരിക്കണം. അപ്പോൾ വളരെ കൃത്യമായും ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കറക്റ്റായിട്ടുള്ള ബാക്ക് വാഷിങ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. അല്ലാതെ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ചില സാഹചര്യത്തിൽ കൂടുതൽ മഡി വാട്ടർ കടന്നു വരികയാണെങ്കിൽ, വെള്ളത്തിൽ നിങ്ങൾക്ക് അല്പം ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ബാക്ക് വാഷ് ചെയ്യാം. ബാക്ക് വാഷ് എപ്പോഴും ചെയ്യണം. കാര്യം ബാക്ക് വാഷ് ചെയ്യുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പം അതല്ല, പമ്പ് എപ്പോഴും ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ പ്രഷർ കുറയാൻ വേണ്ടി ഇതിനകത്ത്, അതായത് വാൽവ് നമ്പർ 1, അതായത് കൺട്രോൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വാൽവ് നമ്പർ 1 ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രഷർ കുറയുകയും ചെയ്യും. നിങ്ങൾക്ക് കൺട്രോൾ വാൽവ് ഫിൽറ്റർ ഇടുന്നതിനോ ബാക്ക് വാഷ് ഇടുന്നതിനോ റിൻസിങ് ഇടുന്നതിനോ പ്രശ്നങ്ങളൊന്നും തന്നില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും
നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ ചെയ്യണം. അല്ല ഈ മോട്ടർ ഓൺ ചെയ്ത് കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന കൺട്രോൾ വാൽവുകളൊന്നും ഓപ്പറേറ്റ് ചെയ്യരുത്. മോട്ടർ ഓൺ ചെയ്ത് കിടക്കുന്ന സമയത്ത് കൺട്രോൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു പറഞ്ഞ അതായത് വാൽവ് നമ്പർ 1 പമ്പ് ടു ഓവർഹെഡ് ടാങ്കിലേക്ക് പോകുന്ന ആ 1 ഇഞ്ചിൻ്റെ പൈപ്പ് അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറയുകയും ചെയ്യും. നിങ്ങൾക്ക് കൺട്രോൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യാം. അത് കൂടുതൽ പ്രഷർ ഇതിനകത്ത് കടന്നു പോകുന്ന സമയത്ത് കൺട്രോൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യരുതെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ഒരാൾ കൃത്യമായിട്ടത് നോക്കുകയും കാണുകയും ചെയ്യണം.